ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ്തെറ്റിക് മാസ് സെൻറ്റർ. നിങ്ങൾ ഈ തൊപ്പി കണ്ടിട്ടാണോ വന്നത്? അപ്പോൾ ഇന്ന് ഈ തൊപ്പിയുടെ വീഡിയോ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സെൻറ്റിമെൻ്റൽ സാധനമൊക്കെ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയി കാണുക. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പം വീഡിയോ ഫുള്ള് കാണുക. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ടാറ്റാ. അപ്പം നമുക്ക് അംഗം തുടങ്ങിയാലോ. അപ്പം ഇത് വന്നിട്ട് ബ്ലാക്ക് തെർമോക്കോളാണ്. ഈ വണ്ടിയുടെ മുകളിലൊക്കെ വെക്കുന്നതാണ്. അങ്ങനത്തെ ഈ സോഫയൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പുകളിൽ ചോദിച്ചാൽ കിട്ടും. ഇനി ഫർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഫർ ക്ലോത്ത് പല സ്ഥലങ്ങളിൽ പോയി നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഷേപ്പാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഏതെങ്കിലും ന്യൂസ് പേപ്പറിലോ കട്ടിയുള്ള പേപ്പറിലോ നിങ്ങൾ അതിൽ സ്റ്റെൻസിൽ മേക്ക് ചെയ്ത് വയ്ക്കുക. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പം പുതിയ ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെടുത്ത് വെച്ച് കോപ്പി ചെയ്താൽ മതി. അളവും കാര്യങ്ങളൊന്നും തെറ്റില്ല. ഒരേ അളവിൽ എത്ര കോപ്പീസ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്കിത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന അതേ ഒരു ഷെയ്ഡാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഗ്രീനിൻ്റെ തന്നെ ഒരു 3 ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഡാർക്ക്, ലൈറ്റ്, പിന്നെ ഒരു കിളിപ്പച്ച, ആ ഒരു കൈൻഡ് ഓഫ് കളർ. ഇനി ഇതുപോലൊരു കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം ഈ തൊപ്പി ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ തൊപ്പിയുടെ സ്റ്റെൻസിലെല്ലാം ഞാൻ എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് വെക്കും. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ഒരു വർക്ക് വരുമ്പോഴത്തേക്കും ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് എനിക്ക് പുതിയത് മേക്ക് ചെയ്യാം. ഇനി ഇത് ഓപ്ഷണലാണ്, പലരും ചെയ്യത്തില്ല. പക്ഷെ നമ്മളിതെല്ലാം ഫുൾ ക്വാളിറ്റിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ സെയിം പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ സ്പോഞ്ച് കവർ ചെയ്തേ കൊടുക്കാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ ബ്ലാക്ക് ഇതിപ്പം ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് മതി. നിങ്ങൾക്ക് ഏത് ബ്ലാക്ക് കളർ മെറ്റീരിയലാണോ കിട്ടുന്നത് ആ മെറ്റീരിയൽ എടുക്കുക. ഇതുപോലെ പശ ഒട്ടിച്ച് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു ഇതിപ്പം എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണിന് ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പം ക്യാപ്പിൻ്റെ അതായത് ക്യാപ്പ് സെയിൽ കുറവാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. മേ ബി അതിൻ്റെ സീസൺ കഴിഞ്ഞ് കാണും, അറിയത്തില്ല. അപ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാനാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു തലയിൽ കെട്ടാനുള്ള ടാഗ് കൊടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വേറെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന റിബണാണ്. ഇനി നമ്മൾ എടുക്കുന്ന റിബണിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ സെൻറ്റർ മാർക്ക് ചെയ്തതിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഒരുപോലെ കിട്ടും നമുക്ക് കെട്ടിൻ്റെ ആ ഒരു ലെങ്ത് സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ഈ ഫെവി ബോണ്ടിന് പകരം ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. ഗ്ലൂ ഗണ്ണാണ് ബെറ്റർ. രണ്ടും മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതായത് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മളെ ഫെവി ബോണ്ടും കുറച്ച് സ്ഥലങ്ങളിൽ നമ്മളെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കട്ട് ചെയ്തെടുത്താൽ ആ ഒരു പീസിനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. അതായത് എനിക്ക് വേണമെങ്കിൽ ഇത് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വെക്കായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ഇങ്ങനത്തെ ഒരു എഫക്റ്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു പീസ് എടുക്കുക, ജസ്റ്റ് റോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ, അത്ര മാത്രം. അപ്പോൾ അങ്ങനത്തെ എത്ര പീസാണ് നിങ്ങൾക്ക് വേണ്ടത് അത്രയും പീസ് റോൾ ചെയ്തെടുക്കുക. നമ്മൾ വലിയ തൊപ്പിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ വേണ്ട പീസ് എന്ന് പറയുന്നത് 20, 22, 24 പീസ് വരെ പോകും. ഇതിപ്പോൾ അത്രയും ആവശ്യമില്ല, ഇതൊരു ചെറിയ തൊപ്പിയാണ്. അപ്പോൾ ഇതിനൊരു 15, 16 മതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചുരുട്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എപ്പോഴും സെൻറ്ററിലെ പീസ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കുക. ബാക്കി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചരിച്ച് നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾ ആദ്യം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരിതാണ്, നമ്മൾ കണ്ടിട്ട് നമ്മളത് ചെയ്ത് നോക്കൂല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. ഇനി ഫർ ക്ലോത്ത് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി അതിപ്പം നമ്മൾ കൊറിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ചീത്തയാവാനൊക്കെ, അതായത് ഫർ ഇങ്ങനെ നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോതി വേണം അടുത്ത് യൂസ് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും ആ ഒരു നീറ്റ്നെസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം കണ്ടില്ലേ,
ഇതുപോലെ കോമ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും, നല്ല വൃത്തി തോന്നിക്കും. എല്ലാം ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കൂല. ഇനി എനിക്ക് സെൻറ്റർ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു തൊപ്പിയല്ല, പുതിയൊരു തൊപ്പി ലോഞ്ച് ചെയ്യാണ്. അതുകൊണ്ട് മോഡൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഭയങ്കര പാട്. പക്ഷെ നമ്മൾ ചെയ്തു വെച്ചൊരു സാധനം പിന്നെ ചെയ്യാനായിട്ട് അത്ര പാടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക. ഗ്ലൂ ഗൺ ആണ് എളുപ്പം. ഞാനിവിടെ ലോങ് ഫർ തന്നെ വൈറ്റ്, ഞാൻ ആ ലോങ് വരുന്നതും കൂടെ ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ സെൻറ്ററിൽ കൊടുക്കാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ഇത്രയും ആ ഒരു പഫ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ തിന്നായിട്ടുള്ള ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ അടിയിലെടുത്ത ആ ഒരു മെറ്റീരിയൽ തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തിന്നായിട്ടുള്ള ഇതേ സെയിം ഇത് വാങ്ങാൻ കിട്ടും, അത് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂ ഗൺ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ പ്രസ് ചെയ്ത ഉടനെ അത് ഒട്ടും, പിന്നെ ഇളകി വരത്തില്ല. അത്രയ്ക്ക് ഉറപ്പാണ് ഗ്ലൂ ഗൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമുക്ക് ഒട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണങ്ങും, ഫെവി ബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. ഇനി ഞാൻ ഇതിൻ്റെ സൈഡിലോട്ടൊരു ബോർഡർ കൊടുക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പുതിയതായിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര ടാസ്ക്. കാരണം നമ്മൾ ഓരോന്ന് ആലോചിച്ച് ഏതാണ് നല്ലത്, ഇതിന് ചേരുമോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനിപ്പം ഞാനൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്, അതായത് ആ ഒരു ഫിനിഷിങ് ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫറിൻ്റെ തന്നെ വൈറ്റ് ഫർ ക്ലോത്ത്. ആ ഒരു ലോങ് ഫർ കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്തതിനെ ഈ സെൻറ്ററിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫറിൻ്റെ അളവും മുകളിലത്തെ അളവൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് സ്പോഞ്ച് ആയതുകൊണ്ട് ഇതിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ ഒട്ടിക്കുന്നതും കൂടെ മെൽറ്റായിട്ട് നല്ല പാറ പോലെ ഉറച്ചിരിക്കും. അത്ര പെട്ടെന്നൊന്നും നമ്മൾ വലിച്ച് കീറിയാൽ വരത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ ആ ഒരു പോർഷനും കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ താഴെയും ഒരു ബോർഡർ ലേസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ആ ഒരു ഭംഗി കൂട്ടും. അപ്പം ലേസ് നിങ്ങൾക്ക് തിരിച്ചു ഒട്ടിക്കാം, ഇങ്ങനെ ഒട്ടിക്കാം. എല്ലായിടത്തും ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും പറയാം, ഗ്ലൂ ഗണ്ണിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് നമ്മളിപ്പം ഫെവി ബോണ്ട് യൂസ് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വാരി വിതറേണ്ട സമയമാണ്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിറേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നെറ്റിപ്പട്ടത്തിൽ വെക്കുന്ന സിൽവർ കളർ ബോൾസൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഗെത്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മൾ നെറ്റിപ്പട്ടത്തിലൊക്കെ വയ്ക്കത്തില്ലേ, അതാണ്. അത് ഒട്ടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു പിടിച്ച് വേണം ഒട്ടിക്കാൻ. അത്യാവശ്യം ഗ്ലൂ ഗണ്ണിലൊരു പിശുക്കും കാണിക്കരുത്. ഗ്ലൂ ഗണ്ണ് നല്ലപോലെ വെച്ച് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. കാരണം ആ ഒരു സെൻറ്റർ കുളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആകും. പിന്നെ ഒന്നും കൂടെ ഒന്ന് പശ തേച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേഷൻ വാരി വിതറാം. ലാസ്റ്റ് നമ്മളൊരു പൊടിക്കൈ എന്ന രീതിക്ക് ഞാൻ കുറേ മിറേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പല ഷേപ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ആണ് നമ്മളിങ്ങനൊരു ഷേപ്പ് ട്രൈ ചെയ്യുന്നത്. ആദ്യമല്ല, ഇതിന് മുന്നത്തെ തൊപ്പിയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഓർഡർ കിട്ടിയപ്പോൾ നമുക്കില്ലായിരുന്നു, ആ ഒരു സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നിങ്ങൾക്ക് മുകളിലോട്ട് എന്തെങ്കിലും ചെറിയൊരു ബീഡ്സ് പോലെ കൊടുക്കണമെങ്കിൽ ബീഡ്സ് കൊടുക്കാം. അപ്പം ഞാൻ ഈ മിറർ ഒട്ടിച്ചതോടെ ഇത് ഞാൻ ഫിനിഷ് ചെയ്യുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.